സുഹൃത്തുക്കളെ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചില ആളുകളോട് നമുക്കൊരു വല്ലാത്ത വൈകാരികമായ ഒരടുപ്പം, അവരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അറിഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വല്ലാത്തൊരു സ്നേഹവും ഒരു ഇഷ്ടവും ഒക്കെ ഉണ്ടാവും നമുക്ക്. അങ്ങനെ ഇഷ്ടം തോന്നിയിട്ടുള്ള ഇപ്പോൾ പിന്നെ വനിതാ രാഷ്ട്രീയ നേതാക്കന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള ആളുകളിൽ ഒരാളായിരുന്നു ഷീലാ ദീക്ഷിത്. ദില്ലി മുഖ്യമന്ത്രിയായി ദീർഘകാലം 15 വർഷത്തോളം നിന്ന കോൺഗ്രസ് നേതാവ് ഷീലാ ദീക്ഷിത്. ഷീലാ ദീക്ഷിതിൽ ഒരു മാതൃഭാവം എപ്പോഴും കാണാൻ പറ്റുമായിരുന്നു. ഒരു അഹങ്കാരോ ജാടയോ കൃത്രിമത്വമോ ഒന്നും ഇല്ലാതെ ജനങ്ങൾക്കിടയിൽ പെരുമാറുന്ന, നമുക്ക് നമ്മളൊരു അമ്മയെ പോലെ നമുക്ക് കണ്ടാലൊന്ന് ആലിംഗനം ചെയ്യാൻ തോന്നുന്ന ഇഷ്ടം. സുഷമാ സ്വരാജിനോട് സമാനമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. അവരുടെ ഇടപെടലുകളായിരുന്നു അതിൽ. പ്രത്യേകിച്ചും വിദേശകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ആകുമ്പം ഈ മെഡിക്കൽ വിസയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് പാകിസ്ഥാനികളൊക്കെ അവരുടെ ട്വീറ്റ്, പിന്നെ അവിടെ വന്നിട്ട് ട്വീറ്റിനടിയിൽ വന്നിട്ട് എഴുതിയാൽ പോലും പെട്ടെന്ന് നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് അവർക്ക് അടിയന്തര ചികിത്സ വൈദ്യസഹായം ആവശ്യമുള്ളവരാണെങ്കിൽ, കാരണം നമുക്കറിയാം പാകിസ്ഥാനിലൊന്നും വലിയ നല്ല ആശുപത്രികളൊന്നുമില്ല. അപ്പോൾ അവർ പലപ്പോഴും ഇന്ത്യയിലേക്കാണ് വന്നിരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം അവിടുത്തെ ആളുകൾ സഫർ ചെയ്യുകയാണ്. അവർക്ക് വേറെ രാജ്യങ്ങളിൽ പോയിട്ട് ചികിത്സ നേടാനുള്ള സൗകര്യമില്ല. ഇവിടെ ചികിത്സയ്ക്ക് വന്നവരെ തന്നെ നമ്മൾ തിരിച്ചയക്കേണ്ടുന്ന സാഹചര്യം എത്തി. നമ്മൾ നിർബന്ധിതമായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു അന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ പശ്ചാത്തലത്തിൽ. പ്രത്യേകിച്ചും പാകിസ്ഥാൻ നമുക്ക് നേരെ നടത്തിയിട്ടുള്ള ഈ ചതിപ്രയോഗത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ നിലപാടെടുക്കേണ്ടി വന്നു. അഭയ പറഞ്ഞ് ഷീലാ ദീക്ഷിതിനെ കുറിച്ച്, അതേപോലെ തന്നെ സുഷമാ സ്വരാജിനെ ഒക്കെ ഞാൻ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് നമ്മളെ ഒരു അമ്മ എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ തോന്നിയിട്ടുള്ള മറ്റൊരാളാണ് നമുക്ക് ശൈലജ ടീച്ചറമ്മ എന്ന പേര് വന്നിട്ടുള്ളത്. ഒരു CPM-ൻ്റെയാണ്. 3 പേരും 3 പാർട്ടിയുടേതാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അവർ ഒരുപാട് സവിശേഷതകളുണ്ട്. നമ്മൾ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി ആദ്യത്തെ രാഷ്ട്രപതിയായിട്ട് രാജേന്ദ്ര പ്രസാദ് വരുന്നു. അതിനുശേഷം ഇന്നത്തെ ദ്രൗപദി മുർമു വരെയുള്ള ഒരുപാട് ഡസൻ കണക്കിന് ഈ രാഷ്ട്രപതിമാരെ എടുത്തു നോക്കുമ്പം ആദ്യമായി ദളിത് വിഭാഗത്തിൽ നിന്നൊരു ഒരാൾ രാഷ്ട്രപതിയാവുന്നത് KR നാരായണനാണ്, മലയാളിയായിട്ടുള്ള. അദ്ദേഹം ഉപരാഷ്ട്രപതിയാവുന്നു, പിന്നീട് രാഷ്ട്രപതിയാവുന്നു. ഐക്യകണ്ഠനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആ സമയത്ത് നിന്നാണ് എൻ്റെ ഓർമ്മ. അതിനു മുമ്പ് അദ്ദേഹം ഒറ്റപ്പാലത്ത് നിന്ന് ദീർഘകാലം MP ആയിരുന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ സഹമന്ത്രിയായിരുന്നു. രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിലൊക്കെ കോട്ടയത്ത് ഉഴവൂരുകാരനാണ്. പക്ഷേ ആദ്യമായി ഗോത്ര വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ദ്രൗപദി മുർമുവാണ്. രണ്ടാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. അതിന് മുമ്പായത് ഒന്നിനും കൊള്ളാത്തൊരു പ്രതിഭാ പാട്ടീലിനെയാണ് സോണിയാഗാന്ധി പിടിച്ചിട്ടത്. ദ്രൗപദി മുർമു രണ്ടാമത്തെ വനിതയാണ്. അതുമാത്രമല്ല, ജീവിതത്തിലെ വല്ലാത്ത സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെയാണ് അവരുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സർപ്പഞ്ചായിരുന്നു അവരുടെ പിതാവൊക്കെ. അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തുല്യമായിട്ടുള്ള, പക്ഷേ ഗോത്രവർഗത്തിലാണ് ജനിച്ചത്. അവർ ഇപ്പോൾ സത്യത്തിൽ ജീസസ് ക്രൈസ്റ്റിൽ അവർ വിശ്വസിക്കുന്നു എന്നുള്ള സംഭവം ഞാൻ പല സ്ഥലത്തും വായിക്കാനിടയായിട്ടുണ്ട്. എന്നാലും അത് എന്താ പറയുക, അവർ ശബരിമലയിൽ വന്നു പോകുന്നു ഒക്കെയുണ്ട്. ഓരോരുത്തരുടെയും വിശ്വാസം വളരെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അവരുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന ദൈവങ്ങളെ, എല്ലാ ദൈവങ്ങളെയും സമഭാവനയോടുകൂടി കാണാൻ കഴിയുന്നൊരു ഇതുണ്ടാവും. പക്ഷേ സ്പിരിച്വലി അവർ കുറച്ചുകൂടി കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അത്തരം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്തോ ആവട്ടെ, കേരളത്തിലെ ഇന്നത്തെ നിയമസഭയിലെ ഒരംഗമായിട്ടുള്ള ഒരു യുവ MLA എന്നോട് വ്യക്തിപരമായി, അദ്ദേഹം എനിക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് ബുദ്ധനോടാണ് താല്പര്യം എന്നുള്ളത്. അത് വേറെ മതത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വാട്സപ്പിൽ എല്ലാവർക്കും ഒന്നും മെസ്സേജ് അയക്കല്ലേ, വോയിസ് അയക്കരുത്, അവർ ദുരുപയോഗപ്പെടുത്തില്ല. രാജൻ ഭായി, നിങ്ങളെ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ അയച്ചത്, അല്ലാതെ എല്ലാവരോടും ഞാൻ പറയുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശ്രീബുദ്ധനോടൊരു പ്രത്യേക താല്പര്യം തോന്നുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു മതത്തിൻ്റെ ഭാഗമായി ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തുടരുമ്പോൾ തന്നെയും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതെന്തോ അതൊക്കെ വിശ്വാസമൊക്കെ വേറെ കാര്യം. ദ്രൗപദി മുർമു എന്ന് പറയുമ്പം കനൽ വഴികളിലൂടെ നടന്നു പോകുന്നൊരു സ്ത്രീയാണ്. അവർ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. വീഡിയോയ്ക്കകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടതുകൊണ്ടാണ് അവരെക്കുറിച്ച് ഈ സ്റ്റോറി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. അത് കാണുന്നില്ലല്ലോ. ഒരു സെക്കൻഡേ, ഞാനൊന്നുകൂടി ഒന്ന് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ.
കഷ്ടം, കിട്ടുന്നില്ല. ദ്രൗപദി മുർമു പിന്നെ ഹെലിപ്പാഡിൽ വന്നിട്ട് ഇറങ്ങുമ്പം അവിടെ സാധാരണഗതിയിൽ പ്രോട്ടോകോൾ പ്രകാരം അവർ ഇറങ്ങി കാലെടുത്ത് താഴത്തേക്ക് വെക്കാൻ നേരത്ത് അവിടെ വേറെ പിന്നെ ഇവരുടെ ഈ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽപ്പെട്ട SBG ആയിരിക്കും, ഏതാണ് ആ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് എനിക്കറിയില്ല, സെക്യൂരിറ്റി പിന്നെ ഇതിൽപ്പെട്ട ആളുകൾ ഒരു ചുവന്ന കാർപ്പറ്റ്, ചെറിയ ഷീറ്റ് അവർ കാലെടുത്ത് മണ്ണിലേക്ക് ചവിട്ടുന്നതിന് പകരം അതിലേക്ക് ചവിട്ടാൻ വേണ്ടിയിട്ട്, അത് പിന്നെ ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ ഒരു ഔദ്യോഗികമായ ഒരു സിംബോളിക്കായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. അങ്ങനെ പ്രതീകാത്മകമായിട്ട് ഉപയോഗിക്കുന്നത്. അത് അവർ കാലെടുത്ത് ഹെലികോപ്റ്ററിൽ നിന്ന് വെക്കുമ്പം ഈ സാധനം അവിടെ വിരിക്കാൻ നേരത്തെ അവർ തടയുകയാണ്. അവരുടെ കൂടെയുള്ള അവരുടെ PSO അല്ലെങ്കിൽ PA ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും തടയുകയാണ്, നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇവിടെ ഓരോരുത്തർക്ക് സ്വർണം കൊണ്ടുള്ളത് വിരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന കാലത്താണ് വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ഒക്കെ പ്രതീകമായി, അതും ഇന്ത്യ പോലെയുള്ള ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, ലോകത്തെ പിന്നെ സാമ്പത്തിക മേഖലയിൽ 3-ാം ശക്തിയായി പിന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യത്തിൻ്റെ എല്ലാമായ ആ രാജ്യത്തിൻ്റെ അവസാനത്തെ വാക്കായ പരമാധികാരിയായിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന അവർ ഈ പിന്നെ 67ാമത്തെ വയസ്സിൽ അങ്ങനെ വിരിച്ചപ്പം ഇവിടെ ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അവർക്ക് സല്യൂട്ട് കിട്ടിയില്ല, മറ്റേതാണോ മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഹങ്കാരവും ധാർഷ്ട്യവും കാണിക്കുന്നവർ കണ്ടുപഠിക്കേണ്ടതാണ് അവരുടെ എളിമ. ആ വീഡിയോ എനിക്കിപ്പോൾ പ്ലേ ചെയ്യാൻ നോക്കിയിട്ട് കഴിയുന്നില്ല, സാധിക്കുന്നില്ല. ദ്രൗപദി മുർമുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, കനൽ വഴികളിലൂടെ കടന്നു വന്നതാണ്. ദ്രൗപദി മുർമുവിൻ്റെ അവർ ഒഡീഷക്കാരിയാണ്. ദ്രൗപദി മുർമുവിൻ്റെ അവർ പിന്നെ അവരുടെ ഒന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് എന്നാണ് അറിയാൻ പറ്റുന്നത്. 2ാമത്തെ വനിതയാണ്. കാരണം ഇവർക്ക് ശേഷം നമ്മുടെ മറ്റേ പെണ്ണുപിള്ളയ്ക്ക് ശേഷം പിന്നെ വന്നതാണ്, പ്രതിഭ പാട്ടീലിന് ശേഷം വന്നിട്ടുള്ള ഒന്നാണ്. പ്രതിഭ പാട്ടീലിന് ഒന്നിനും കൊള്ളാത്ത സ്ഥാനമൊന്നുമില്ല, വേസ്റ്റ് ആയിരുന്നു. 2ാമത്തെ വനിതയാണ്. ഗോത്രവിഭാഗത്തിൽ പിന്നെ വന്നിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ പ്രസിഡന്റാണ്. 64ാമത്തെ വയസ്സിലാണ് 2022 അവർ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇവരുടെ പിന്നെ ഏറ്റവും കൂടുതൽ വൈസ് പ്രസിഡന്റുമാർ കൂടെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയ ആളാണ്. ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തന്നെ 3 പേരായി. കാരണം അവർ രാഷ്ട്രപതിയായിട്ട് ചുമതല ഏറ്റെടുക്കുമ്പം അന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആയിരുന്നു. ആന്ധ്രയിൽ നിന്നുള്ള BJPയുടെ നേതാവും മുൻ BJPയുടെ ദേശീയ അധ്യക്ഷനുമായിരുന്ന വെങ്കയ്യ നായിഡു. അതിനുശേഷം പശ്ചിമബംഗാൾ ഗവർണറായിരുന്ന ജഗദീപ് ധൻകർ വൈസ് പ്രസിഡന്റായിട്ട് മാറി. ജഗദീപ് ധൻകറിനെ അടുത്ത കാലത്ത് അവർ അദ്ദേഹത്തെ രാജിവെപ്പിക്കുകയും അങ്ങനെ പിന്നീട് CP രാധാകൃഷ്ണൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള CP രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റായി. അങ്ങനെ 3 പേരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ ഉപരാഷ്ട്രപതിമാരായിട്ട് പിന്നെ അങ്ങനെ അസോസിയേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയ ആദ്യത്തെ ഇന്ത്യയിലെ രാഷ്ട്രപതിയാണ്. ഓക്കെ, അടുത്തത് ഇവർക്ക് 67 വയസ്സാണ്. 1958 ജനിച്ചതാണ്. 22ാമത്തെ വയസ്സിലാണ് 1980 അവർ വിവാഹം കഴിക്കുന്നത്. പക്ഷേ പിന്നീട് അവരുടെ ഭർത്താവ് മരണപ്പെടുന്നു. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് ശ്യാം ചരൺ മുർമു എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ 3 പേരുണ്ടായിരുന്നു. അതിലും പിന്നെ 3 മക്കളുള്ളതിൽ ലക്ഷ്മൺ മുർമു മൂത്ത മകൻ 2009 മരണപ്പെടുന്നു. 2ാമത്തെ മകൻ സിബുൻ മുർമു 2012 മരണപ്പെടുന്നു. 2 മക്കൾ 3 വർഷത്തിനിടയിൽ 2 ആൺമക്കൾ മരണപ്പെടുകയാണ്. ഒരാൾ ആക്സിഡൻറ്റിലും ഒരാൾ ദുരൂഹമായ സാഹചര്യത്തിലുമാണ് മരണപ്പെട്ടത്. 3 മക്കളുണ്ടായിരുന്നതിൽ ഇനിയിപ്പോൾ ഒരു മോള് മാത്രമാണ്, ഇതിശ്രീ മുർമു മാത്രമാണ് പിന്നെ അവശേഷിക്കുന്നത്. മറ്റൊന്ന്, ഇവർ പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ആദ്യം അവർ തുടങ്ങുന്നത്. അവരുടെ പൊളിറ്റിക്കൽ കരിയർ ആരംഭിക്കുന്നത് 97 എന്ന് പറയുമ്പം അതുമല്ല, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റാണ്. ഇന്ത്യക്ക് ബാക്കിയുള്ളവരൊക്കെ 47 മുമ്പ് ജനിച്ചവരായിരുന്നു. 47 ശേഷം ജനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്നുള്ളതും. അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് അവർക്ക്. 1997 അവർ പഞ്ചായത്തിലെ അംഗമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 97 എന്ന് പറയുമ്പോൾ ഏകദേശം 29 വയസ്സ്, 29 അല്ലല്ലോ, 58, അപ്പോൾ പിന്നെ 49 വയസ്സിൽ അവർ പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയിൽ BJPയിൽ അംഗമാവുന്നു. 2000 പിന്നെ ഒഡീഷയുടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതേപോലെ തന്നെ അവർ 2000 പിന്നീട് അതിന് ശേഷം 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെടുന്നു. 2009 വരെ അവർ പിന്നെ ഒഡീഷയുടെ നിയമസഭാംഗമായിരുന്നു. അത് മാത്രമല്ല, ഒഡീഷയും BJDയും തമ്മിൽ, ബിജു ജനതാദളും തമ്മിൽ ഒഡീഷയിൽ BJDയും തമ്മിൽ അലയൻസ് ഉണ്ടായിരുന്ന സമയത്ത് 4 വർഷത്തോളം 2000 തൊട്ട് 2004 വരെ 4 വർഷത്തോളം മന്ത്രിയായിരുന്നു. 2000 തൊട്ട് 2002 വരെ
അവർ പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അതിനുശേഷം ഫിഷറീസ് ആൻഡ് പിന്നെ മത്സ്യബന്ധനത്തിൻ്റെയും അതേപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും മന്ത്രിയായിട്ട് 2002 തൊട്ട് 2004 വരെ മൊത്തം 4 വർഷം പിന്നെ അവിടെ മന്ത്രിയായിരുന്നു. പിന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു. അവർ 2015 പിന്നെ ജാർഖണ്ഡിൻ്റെ ഗവർണറായിട്ട് ചുമതല ഏൽക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അപ്പോഴൊക്കെ സമയത്ത് ഒരമ്മ എന്ന രീതിയിൽ തീവ്ര ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണ്. പങ്കാളിയുടെ മരണം, 3 വർഷത്തെ ഗ്യാപ്പിനിടയിൽ 2 മക്കളുടെ, അതിൽ ഒന്ന് ദുരൂഹ മരണം, ഒന്ന് ആക്സിഡൻറ്റ്. ആലോചിച്ച് നോക്കണം, ഒരു സ്ത്രീക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു ഭാവം. നമ്മൾ അവരുടെ മുഖത്തെപ്പോഴും ഒരു ദാർഷ്ട്യത്തിൻ്റെ ഭാവം കണ്ടിട്ടുണ്ടോ? ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടല്ലാതെ. കാരണം സങ്കടത്തിൻ്റെ കടലുകൾ നീന്തിക്കടന്ന് വന്ന ഒരാൾക്ക് ഇനി ഒന്നും വരാനില്ല എന്ന മട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ എല്ലാം അവരുടെ മുഖത്തിൽ ഒരു മറ്റുള്ളവരോടുള്ള കരുണയും ഒരു പിന്നെ അനുതാപവും ഒരു പിന്നെ എന്താ പറയുക, മറ്റുള്ളവരെ പരിഗണിക്കുന്ന രീതിയും അവരുടെ ഇടപെടലുകളിൽ ബോഡി ലാംഗ്വേജിൽ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ പിന്നെ ഈ വരുമ്പം അവരെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇവരങ്ങനെയല്ല, ഇവർ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ തന്നെ അവർ ഇറങ്ങി വരുമ്പം കൈവരിയിൽ പിടിച്ചുകൊണ്ട് മെല്ലെ സ്വയം ഇങ്ങനെ ഇറങ്ങി വരികയായിരുന്നത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ റെഡ് കാർപ്പറ്റ് വേണ്ടെന്ന് വെക്കുന്നത്. ഇപ്പോൾ ഒരു മഹാമാതൃകയായിട്ടുള്ള ഒരു പിന്നെ സ്ത്രീയായിട്ട് എനിക്ക് തോന്നുന്നത്. ഗവർണർ ആർലേക്കറൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഭാരതാംബ എന്ന് പറഞ്ഞിട്ട് ഫേഷ്യൽ ചെയ്ത ഒരു അമ്മച്ചിയെ പിന്നെ എന്താ പറയുക അവിടെ കൊണ്ടുവന്ന് നിർത്തി. ബിക്കിനി ഇട്ട ഏതെങ്കിലും സ്ത്രീനെ കൊണ്ടുവന്ന് നിർത്താതിരുന്നത് ഭാഗ്യം. 2 പീസും ബിക്കിനി മാത്രം ഇട്ടിട്ടുള്ളത്. ഫേഷ്യലൊക്കെ ചെയ്ത് ഭയങ്കര സുന്ദരിയായ പിന്നെ രാജാരവിവർമ്മയുടെ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു കുലസ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തി. അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഇവർ. യഥാർത്ഥത്തിൽ ഭാരതാംബയുടെ മുഖത്തിന് പിന്നെ ദ്രൗപദി മുർമുവിൻ്റെ മുഖമാണ് ഭാരതാംബയ്ക്കെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ഒന്ന് ഗോത്രവർഗം, 2 ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നു വന്ന, തിച്ചുള്ളിലൂടെ കടന്നു വന്ന ഒരാൾ, എന്നിട്ടും എഡ്യൂക്കേറ്റഡ് ആണ്. അന്നത്തെ കാലത്ത് കഷ്ടപ്പെട്ട് പഠിച്ചു. അന്ന് ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് തോന്നുന്നു പഠിക്കുന്നത്. അതിന് ശേഷം പിന്നീട് അതുമാത്രമല്ല, ബ്രഹ്മകുമാരി സമാജവുമായിട്ട് ബന്ധപ്പെട്ടവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയെയും അതേപോലെ സവർക്കറല്ല BR അംബേദ്കറുടെയും ഒക്കെ പിന്നെ ആശയങ്ങളോട് അവർ പിന്നെ വ്യക്തിപരമായി ആഭിമുഖ്യം പുലർത്തിയിരുന്ന പഠന കാലഘട്ടത്തിൽ അംബേദ്കർ പ്രത്യേകിച്ചും. കാരണം അവർ വരുന്നൊരു ഗോത്രവർഗത്തിൽ നിന്ന് വരുമ്പോൾ അത്തരം അടിസ്ഥാന വർഗത്തിൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം അടയാളപ്പെടുത്തപ്പെട്ട വ്യക്തി ജീവിതമാണ് BR അംബേദ്കറുടേത്. അപ്പം പിന്നെ മറ്റൊന്ന്, അവർ പൊളിറ്റിക്കൽ കരിയർ ചെയ്യാൻ പറഞ്ഞു. അവർ ടീച്ചറായിട്ട് പിന്നെ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് ജലസേചന വകുപ്പിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒഡീഷയിൽ 79 തൊട്ട് 83 വരെയുള്ള 4 വർഷക്കാലം. അതിനുശേഷം അവർ 94 തൊട്ട് 97 വരെ അവർ പിന്നെ ടീച്ചറായിട്ട് ശ്രീ അരബിന്ദോ ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ ഇൻ റൈറാൻപൂർ, ഒക്കെ എങ്ങനെ പിന്നെ ഉച്ചരിക്കാമെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ പിന്നെ അവർ പഠിപ്പിച്ച വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കണം. ഹിന്ദി, ഒഡിയ, മാത്തമാറ്റിക്സ് ആൻഡ് ജിയോഗ്രഫി. ഭൗമശാസ്ത്രവും പിന്നെ കണക്കും ഹിന്ദിയും പിന്നെ അവരുടെ ഒഡിയ ഭാഷയും അതും എല്ലാം പഠിപ്പിച്ചിരുന്നു അവർ അവിടെ. ഷീ നെവർ ക്ലെയിംഡ് എ ഫുൾ സാലറി അറ്റ് ദ സ്കൂൾ. ഒരിക്കലും അവർ പൂർണ്ണമായിട്ടുള്ള ശമ്പളം അവിടെ ഒന്നും മേടിച്ചിരുന്നില്ല. അങ്ങനെയാണ്. അതായത് സാമൂഹിക സേവനത്തിൻ്റെ ഒരു തലത്തിലേക്ക് മാനസികമായി പലപ്പോഴും പോയിരുന്നു. അത് പോയത് ചിലപ്പോൾ ജീവിതത്തിലെ ദുരനുഭവങ്ങൾ കാരണമായിരിക്കാം. എന്നിട്ടും ഇന്ന് വരെ ഒരു ദുഷ്പേര് അവർ കേൾപ്പിച്ചിട്ടില്ല. മന്ത്രി എന്ന നിലയിലും ബാക്കിയുള്ള MLA എന്നുള്ള നിലയിലും 9 വർഷം പ്രവർത്തിക്കുമ്പോഴും ഒന്നൊരു ദുഷ്പേര് കേൾപ്പിച്ചിട്ടില്ല. ഗവർണർ എന്നുള്ള നിലയ്ക്ക് പോയപ്പോഴും ജാർഖണ്ഡിലെ ഗവർണറായിരുന്നപ്പോഴും ഭരിക്കുന്നത് ആരോ ആവട്ടെ, X or Y, അവിടെ ഗോഷ്ഠി പിടിക്കാനും പിന്നെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് പോലും പ്രതിഭ പാട്ടീൽ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ ഒരുതരം അധികാര ദുർവിനിയോഗവും പിന്നെ സുഖലോലുപതയും ഈ പിന്നെ സ്വജനപക്ഷപാതവും ഒക്കെ ഏറെ വിവാദമായതാണ്. ചാർട്ടർ ചെയ്ത വിമാനത്തിൽ മക്കളെയും കൊച്ചുമക്കളെയും പിന്നെ അമ്മായിൻ്റെ മക്കളെയും പിന്നെ എളാപ്പാൻ്റെ കുട്ടികളെയും എല്ലാവരും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഉപ്പാപ്പൻ്റെ മോനെയും എല്ലാത്തിനും കൂടെ കൊണ്ടുപോയിട്ട് വിദേശത്ത് കൊണ്ടുപോയി ചെലവഴിച്ചിരുന്നു. ദൂർത്തായിരുന്നു. അത്യാഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. പക്ഷേ ദ്രൗപദി മുർമു വളരെ വളരെ സിമ്പിളായിട്ടുള്ള ലാളിത്യം നിറഞ്ഞ ഒരു ജീവിതമാണ്. അത് അവരുടെ പെരുമാറ്റത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പിന്നെ കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മൾ കടന്നു പോയപ്പോൾ നമ്മൾ കണ്ടു വഴിയേരിയിൽ കാണുന്ന കുട്ടികളുണ്ടെന്നൊക്കെ ഒരു പൂവൊക്കെ മേടിച്ചവരെയൊക്കെ ഒന്ന് ഒരു എന്താ പറയുക ഒരു അമ്മ ഫീല് നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനിച്ച ഏക ഇന്ത്യയുടെ രാഷ്ട്രപതി, ഇനി വരാൻ പോകുന്നവരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യമായി ആദിവാസി ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള പിന്നെ രാഷ്ട്രപതി, അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകളുള്ള ദ്രൗപദി മുർമു ലോകത്തിന് മുമ്പിൽ നമ്മുടെ അഭിമാനമായി തന്നെ നമുക്ക് മാറാൻ പറ്റുന്നതാണ്. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരായി പോരാടിയ നെൽസൺ മണ്ടേലയ്ക്ക് തുല്യമായി തന്നെ ഒരു പക്ഷേ ഇവരെയൊക്കെ അങ്ങനെ അത്ര വലിയ
പോരാട്ടത്തിലേക്ക് പോകേണ്ടുന്ന ഒരു സാമൂഹിക സ്ഥിതി ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് അതിന് പോകേണ്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും രണ്ട് മക്കളുടെ മൃതദേഹം കാണേണ്ടി വന്ന ഒരമ്മ, ആ അമ്മയ്ക്ക് ഇന്ന് ഇന്ത്യയിലെ ഏകദേശം 150 കോടിയോളം വരുന്ന എല്ലാ മനുഷ്യരിലും തൻ്റെ മക്കളെ, എല്ലാ ചെറുപ്പക്കാരിലും തൻ്റെ മക്കളെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എനിക്ക് തോന്നിയത്. എന്തായിരുന്നാലും അവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കണം. എനിക്ക് ആ വീഡിയോ പ്ലേ കാണിക്കാൻ പിന്നെ കഴിയാതിരുന്നതിൽ അതിലുള്ള ഗേദം പ്രകടിപ്പിക്കുകയാണ്. ഞാനത് എടുത്തു വെച്ചിരുന്നു. പക്ഷേ എൻ്റെ ഈ ഫോണിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ കണക്ഷനുള്ള നെറ്റ് കുറവുണ്ട്. ഞാനിവിടെ വയർലെസ് എടുത്തിട്ടുമില്ല ഇവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായിരുന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സവിശേഷതകൾ, 3 ഉപരാഷ്ട്രപതിമാരുടെ കൂടെ പ്രവർത്തിക്കാനുള്ള അവസരം, അങ്ങനെയൊക്കെയുള്ള അവർ ഇന്ത്യയുടെ അഭിമാനമാണ്. അവരിലാണ് ഭാരതാംബയുടെ മുഖം നിങ്ങൾ കാണേണ്ടത്. അല്ലാതെ ഏതെങ്കിലും കുലസ്ത്രീയെ വെളുപ്പിച്ച് കൊണ്ടുവന്നിട്ട് പുട്ടിയടിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പൂജിച്ച് അതാണ് ഭാരതാംബ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ അതാണ് ഭാരതാംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛിച്ച് തള്ളാനുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ഇത്തരം അടിസ്ഥാന വർഗത്തിൽ നിന്നുള്ള ആളുകൾ ഇനിയും നമ്മുടെ നേതൃത്വങ്ങളിൽ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.